പാലക്കാട് FCC സിസ്റ്റേഴ്സിൻ്റെ വാർഷിക ധ്യാനത്തിൽ പോയപ്പോഴാണ് ഫാദർ ഡൊമിനിക് ഐപ്പമ്പറമ്പിലിനെ പരിചയപ്പെട്ടത്. തൃത്വത്തിൽ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ നേരിട്ട് കണ്ട ഫാദറാണ്. പാലക്കാട് രൂപതാ വൈദികനാണ്. അച്ഛൻ തൻ്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്തു. ഒരു ദിവസം അച്ഛൻ്റെ പാട്ടുകാരൻ ശുശ്രൂഷൻ വീടിനെ കുറിച്ച് ദൈവഹിതം ചോദിച്ചു. വീട് പുതുക്കി പണിയുന്നതിനെ കുറിച്ചോ മറ്റോ. അച്ഛൻ പറഞ്ഞു, നീ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് വാ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ബ്രദർ വന്നു. അച്ഛനൊരു ഉത്തരവ് അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പം ഈ ശുശ്രൂഷകൻ പറഞ്ഞു, അച്ഛാ, ഞാൻ വല്ല അഭിഷേകമുള്ള അച്ഛന്മാരോടും ചോദിച്ചോളാം. അച്ഛൻ ഇത് വല്ലാതെ ഹേർട്ടായി. അന്ന് തന്നെ അച്ഛൻ പള്ളി കയറി, പരിശുദ്ധാത്മാവെ, നീ എന്തുകൊണ്ട് എന്നോട് മിണ്ടണില്ല? 1 വർഷം പരിശുദ്ധാത്മാവനായി അച്ഛൻ കാത്തിരുന്നു പ്രാർത്ഥനയോടെ. എപ്പോഴും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നീ എന്നിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നോമ്പെടുത്തും കാത്തിരുന്നു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് രൂപതയിലെ അച്ഛന്മാരുടെ വാർഷിക ധ്യാനത്തിൽ സേവ്യർക്കാൻ വട്ടായിലച്ഛനും ബിനോയച്ചനും ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളുപ്പിന് 3 മണി നേരം ഹോളി സ്പിരിറ്റ് ഒരു തീ മനുഷ്യനായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഞെട്ടി എഴുന്നേറ്റു. 3 അടിയോളം ബെഡിൽ നിന്ന് ഉയർന്നു അച്ഛൻ. ചോദിച്ചു, ആരാണ്? ഈ 1 വർഷമായി എന്നെ വിളിക്കുന്നതല്ലേ? ഞാനാണ് തൃത്വത്തിലെ 3-ാമത്തെ ആൾ, ഹോളി സ്പിരിറ്റ്. അവൻ വരും. ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ ആത്മാവിൽ വസിക്കാൻ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. ദ ഹോളി സ്പിരിറ്റ് is a free gift, but it's not cheap.